വരുന്നുണ്ടോ? ഓക്കെ, ഇപ്പോ ഇപ്പൊ അധികം ക്രിസ്പ് ക്വാളിറ്റി ഇല്ലാന്നോ? Yeah, 1080p ഒക്കെയാണ്. ഓക്കെ അല്ലേ? അല്ലേ? ഗ്രെയിൻസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ വേറെ ആരെങ്കിലും വരുമോ നോക്കാം. സോറി ഗൈസ്, നമ്മൾ 8:30 തുടങ്ങാന്ന് വിചാരിച്ചായിരുന്നു. കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡിലേ ആയിപ്പോയി. സോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് വിത്ത് മീ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വർക്കൗട്ട് വിത്ത് മീ എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു വർക്കൗട്ട് ലൈവ്. ആകെ അത്രേ ഉണ്ടാവുള്ളൂ, കൂടി വന്നൊരു ഹാഫ് ആൻ അവർ സെഷൻ. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചിങ് സെഷൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മുടെ ജോയിന്റ് എല്ലാം വാമപ്പ് ചെയ്യണം. പിന്നെ ഫോളോഡ് ബൈ ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കൂൾ ഡൗൺ സെഷനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അപ്പർ ബോഡി സ്പ്ലിറ്റ് ആണ്. ഞാൻ കുറച്ച് ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഒരുപാട് ഇന്റൻസിറ്റിയിൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ കറണ്ട് ഫിറ്റ്നസ് ഇതുണ്ടാവുക, ഫിറ്റ്നസ് ലെവൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി എന്താ പറയുന്നത് അതുപോലെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ എടുക്കുന്ന അതേ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. ഇറ്റ്സ് ദ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. സോ അതിനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കറണ്ട് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എന്താണ്? ഓക്കെ, സോ ഇതിപ്പോൾ ആരെങ്കിലും ചാറ്റിലുണ്ടോ? ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഹായ് അടിക്കോ? ഒരു ഹായ്. എനിക്കൊന്ന് ഒരാളെന്തോ ഉള്ളൂ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്. കുഴപ്പമില്ല, ആരും കാണുന്നില്ല, അപ്പൊ ഒന്നും പഠിക്കാനില്ല. സോ ഇതാണ് നിലവിൽ എൻ്റെ ഫിറ്റ്നസ് അവസ്ഥ. സോ ആസ് യു കൻ സീ, ഇത്രയും വയറുണ്ട്, സൈഡിൽ ഇത്രയും ഫാറ്റ് ഉണ്ട്, ബാക്കിൽ ഇത്രയും ഫാറ്റ് ഉണ്ട്. ഓക്കെ, ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മസിൽസ് ഉണ്ട്. ഇത്രയും ഫാറ്റ് ഉണ്ട്, ഇത്രയും ഫാറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ലോവറിലാണെങ്കിൽ തൈസൊക്കെ ഞാൻ ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും മസിൽ മാസ് ഉള്ളത്. ഓക്കെ, മതി. സോ ഇത് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടൈം കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചേഞ്ച് ലൈവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും മോട്ടിവേറ്റഡ് ആവും. ഈ സംഭവം അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ആരെങ്കിലും ചാനലുണ്ടെങ്കിൽ ഒരു ഹായ്. ഓക്കെ, ആരില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നിങ്ങള് ഇനിയിപ്പോ പിന്നെ എപ്പോഴെങ്കിലും ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ, ഇത്ര ഞാനും ഇത് തന്നെയാ പ്രതീക്ഷ, ആരും ഉണ്ടാവണമെന്നില്ല ഇനിഷ്യലി. സോ നമുക്ക് തുടങ്ങാം. സോ
തുടങ്ങാൻ വിത്ത് വാമപ്പ്. ആദ്യം കഴുത്തിന് വാമപ്പ് ചെയ്യാം. കഴുത്തിന് വാമപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ മോഷൻസും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യം റൈറ്റ് ടു ലെഫ്റ്റ് അത് ചെയ്യാം. ഓക്കെ, മെല്ലെ ചെയ്യുക, സമയം എടുത്ത് ചെയ്യുക. ഓക്കെ, ഒരു ക്വിക്ക് വാമപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ടൈം എടുക്കുന്നത്. റൊട്ടേഷൻ ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക, രണ്ട് സൈഡ് റൊട്ടേറ്റ് ചെയ്യുക, സൈഡ് ടു സൈഡ് ചെയ്യാം, ഫ്രണ്ട് ടു ബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്ക് ഓൾമോസ്റ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഏതാ ജോയിന്റ്? നെക്സ്റ്റ് നമ്മുടെ ഷോൾഡർ ജോയിൻ ആണ്. ഓക്കെ, സോ ഷോൾഡറിൽ നമ്മൾ റൊട്ടേഷൻ, ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു സ്ട്രെച്ച് ഉണ്ട്, ഇത് ചെയ്യാം, ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഏതാണ് ജോയിൻ ചെയ്യുന്നത്? നമുക്ക് എൽബോ. ഇത് അധികം ആവശ്യമില്ല, കാരണം വാം ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും വാം ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളത് റെസ്റ്റ് ആണ്. ഓക്കെ, സോ റെസ്റ്റ് എപ്പോഴും വാം ചെയ്യാം. എന്ത് ഓക്കെ, ഓക്കെ, സോ റെസ്റ്റ് എപ്പോഴും വാം ചെയ്യാം, കാരണം ഏറ്റവും ഇഞ്ചേർഡ് ആവുന്ന ഒരു ജോയിൻ ആണ്. സോ വാം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ലൈറ്റ് കുറച്ചും കൂടി റെസ്റ്റ് വാം ചെയ്യാം. റെസ്റ്റ് വാം ചെയ്തതിനു ശേഷം പിന്നെ നെക്സ്റ്റ് ഏതൊക്കെയുണ്ട്? പിന്നെ നമ്മുടെ ഹിപ്പ് ജോയിന്റ് ഉള്ളത്. ഹിപ്പിന് ഇപ്പോൾ കണ്ടമാനം ഇതുണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ബേസിക് മൂവ്മെന്റ്സ് മാത്രം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം ഹിപ്പിന്റെ. സോ എൻ്റെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചെന്നിട്ട് ബാക്കി ജോയിന്റുകൾ മൂവ് ചെയ്യാതെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം. ഓക്കെ, അതേപോലെ മറ്റേ ഇതും ചെയ്യാം, റൈറ്റ് ലെഫ്റ്റ് രണ്ടും ചെയ്യാം. ഓക്കെ, മതി. പിന്നെ നിങ്ങൾക്ക് അതേപോലെ നീ ജോയിന്റിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ, എക്സ്റ്റൻഷൻ അല്ല, മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതന്നെ, എക്സ്റ്റൻഷൻ ഉണ്ട്, ഫ്ലെക്ഷൻ ഉണ്ട്. അതായത് ഇതന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ച് എന്നാ പറയാ. അതായത് ഒരുപാട് നേരം നമ്മളിങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ ആക്റ്റീവ്ലി മൂവ് ചെയ്യാം. കുറെ നേരം സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊസിഷനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ പറയാ, നമ്മൾ കൂൾ ഡൗണിലൊക്കെ ചെയ്യുന്ന സ്ട്രെച്ചിങ് ആണ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാലിന്റെ ആംഗിൾ ജോയിന്റ് അത് ചെയ്യാം. അതും പെട്ടെന്ന് ഇഞ്ചുർ ആവുന്ന ഒരു സാധനമാണ്. ചെയ്യാം, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം, അപ്പ് ഡൗൺ ചെയ്യാം, അപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, മതി, ബസ്. സോ ഇതാണ് ഒരു ബേസിക് വാം അപ്പ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്ക് വാം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടോ, സോ ആക്ച്വലി ബാക്ക് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസക്ക് ഇത് കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് ഒക്കെ ഫുള്ളായിട്ട് വാം ചെയ്യാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന ഒരു ഇതാണ്. ഇതിന്റെ പല ഗ്രേഡുകളുണ്ട്. ഇത് വളരെ ബേസിക് സ്ട്രെച്ചിങ്ങിന് വേണ്ടി മാത്രമുള്ള. അപ്പൊ ഇതിങ്ങനത്തെ ഏതെങ്കിലും ഹുക്കിലോ എവിടെയെങ്കിലും കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു ആംഗിൾ ഇങ്ങനെ വലിച്ചാൽ മതി. എപ്പോഴും എന്നെ ഫ്രൈ സെന്ററിലേക്ക്, ഞാൻ സെന്ററിലാറുണ്ട്. ഓക്കെ, ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, സോ ഇതൊക്കെ ബാക്ക് വാം ചെയ്യും. ബാക്കിന് ബേസിക്കലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ പറയുന്നത് 2-3 തരം ഇതുണ്ട്. അത് ഒന്ന് ടി വൈ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ടി ആണ്. ഓക്കെ, ഇത് വൈ, വൈ ഷേപ്പ് ആണ്. നിങ്ങൾ ഇതാണ് ടി ഷേപ്പ്. അതേപോലെ ടി വൈ ആണ് മെയിൻ കോമൺ ആയിട്ടുള്ളത്. ഞാൻ തന്നെ ചെയ്യുന്ന റോ ടൈപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ റോ മെഷീനിലേക്കുള്ള സെയിം മൂവ്മെന്റ് ആണ്. ഓക്കെ, ബസ്.
ചെയ്യാം. അപ്പോ അപ്പൊ നമ്മൾ ബേസിക് വാമപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അപ്പർ ബോഡി മാത്രമേ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. സോ അപ്പർ ബോഡിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യാം? നമ്മുടെ ചെസ്റ്റ് ഉണ്ട്, ഷോൾഡർ ഉണ്ട്, നമ്മുടെ ബൈസെപ്സ് ഉണ്ട്, ഫോർ ആംസ് ഉണ്ട്, ആപ്സ് ഉണ്ട്, അതേപോലെ ബാക്ക് ഉണ്ട്. സോ വലിയ വർക്കൗട്ടാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഡേ 1 ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ പടപടാന്ന് നമ്മൾ ചെയ്തു പോകും. ഓക്കെ, സോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. ഓക്കെ, സോ പുഷപ്പ് ഇസ് വെരി ഗുഡ് ഫോർ എന്തൊക്കെ നമ്മുടെ ചെസ്റ്റിനും നമ്മുടെ എൽബോനും നമ്മുടെ ട്രൈസെപ്സിനൊക്കെ നല്ലതാണ്. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് മസിൽസും നമ്മുടെ ട്രൈസെപ്സ് ഒക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആവും കൂടുതൽ. പിന്നെ നമ്മുടെ ഷോൾഡറും കുറച്ച് ആക്ടിവേറ്റ് ആവും. നമ്മുടെ എല്ലാ സ്റ്റെബിലൈസേഴ്സും ആക്ടിവേറ്റ് ആവും. നമ്മുടെ കോറൊക്കെ നന്നായിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ പുഷപ്പിന്റെ ബേസിക് ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇപ്പോ ഇതിലിപ്പോ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ ലോ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പുഷപ്പ് നേരെ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇഞ്ചുർ ആവാനുള്ള സാധ്യത കൂടുതലേക്ക് ചിലർക്ക് എടുക്കാനേ പറ്റൂല. ഒരു പുഷപ്പ് പോലും എടുക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറച്ച് ഈസി ആയിട്ടുള്ള പുഷപ്പ് എടുക്കുക. നീയിൽ നിന്നിട്ട് പുഷപ്പ് എടുക്കുക. ഇതുപോലെ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ അതും എന്താ പറയാ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് എല്ലാ ദിവസവും ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ, നമുക്ക് ഓരോ ദിവസമൊക്കെ കാണിച്ചു തരാം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ പുഷപ്പ്. ഓക്കെ, അപ്പോ നമുക്ക് പുഷപ്പിന്റെ ഒരു 3 സെറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നമുക്കൊരു ചെസ്റ്റ് പ്രസ്സിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ വർക്കൗട്ടിന്റെ ഇടയിലും ഒരു 60 to 90 സെക്കൻഡ്സ് ആണ് റെസ്റ്റ് ടൈം പറയുന്നത്. അതാണ് നമുക്ക് ഒപ്റ്റിമൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. സോ നമുക്കൊരു ടൈമറും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 30 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്തിട്ട് ടൈമർ സോ 30 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് വെറുതെ കാണുന്നതിന് പകരം നിങ്ങളും എഴുന്നേക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ ഒരു വാമപ്പ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും മാറ്റണ്ട, നിങ്ങൾ അവിടെ കിടന്ന് ഇരിക്കുന്നതിന് നല്ലതാണ്. ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി നിങ്ങളെ താങ്ക് ചെയ്യും പിന്നീട്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റി. 4, 3, 2, 1 നെക്സ്റ്റ് സെറ്റ് പുഷപ്പിലേക്ക് പോവാം. കം, ലെറ്റ്സ് ഡു ടുഗദർ. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഇതിൽ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഒരു എനിക്ക് 15 അടുത്തൊക്കെ പുഷപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ ഒരു 13 അടുത്തൊക്കെ എത്തുമ്പോഴത്തേനും ഇതാവുന്നുണ്ട്, പെട്ടെന്ന് കിതയ്ക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാലമായിട്ട് ചെയ്തിട്ടില്ല വർക്കൗട്ട്. കുറെ കാലം ഹോൾഡിലും പോസ്റ്റിലൊക്കെ ആയി കഴിഞ്ഞാല് നമ്മൾ വീണ്ടും നമ്മുടെ ഫിറ്റ്നസ് ലെവൽ ഡൗൺ ആവും. അതേപോലെ നല്ലോണം കിതയ്ക്കുന്നുണ്ട്. സോ ഇതെല്ലാം നോർമലാണ്. പക്ഷെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആസ് എ ഡേ പാസസ് ഓരോ ദിവസം കഴിയുന്നതിന് നമ്മുടെ ഫിറ്റ്നസ് ഗോൾ എൻ്റെതും നിങ്ങളുടേതും ഒരുമിച്ച് കൂടും. സോ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ,
3 വ്യൂസ്. ക്ലിയർ ഉണ്ടോ? ആരെങ്കിലും കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടോ ഗൈസ്? എനിബഡി ഇൻ ദ ചാറ്റ്? ഓക്കെ. ഓക്കെ നമ്മുടെ അടുത്ത 30 സെക്കൻഡ്സ് കഴിഞ്ഞു. സോ നമുക്ക് നമ്മുടെ തേർഡ് സെറ്റ് പുഷപ്പിലേക്ക് കടക്കാം. ഓക്കെ, ഇത് എല്ലായിടത്തും അഡ്വൈസ് ഇല്ല. നിങ്ങളുടെ ഇന്ന് ഒരു ഫസ്റ്റ് വാമപ്പ് ഡേ ആയ സ്ഥിതിക്ക് എന്താ പറയാ, നിങ്ങൾ മേ ബി ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് ഗുഡ് ഇനഫ്. ഓക്കെ, ഞാൻ ഇന്നൊരു 3ാമത്തെ സെറ്റിലേക്ക് പോവാണ്. അപ്പൊ ഈ സാധനം വെച്ചിട്ടുള്ള പരിപാടി ബസ് നമുക്കിനി വേറെ സാധനം ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇനിയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമുള്ള സാധനങ്ങളാണ്. എൻ്റെ ഒരു ബെഞ്ച് ഉണ്ട്, ഏകദേശം ഒരു 10,000 രൂപ ഈ സാധനം മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3 കൊല്ലം മുന്നേ മേടിച്ച. ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സാധനം. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, സോ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു ബേസിക് ഒരു ചെസ്റ്റ് പ്രസ് ചെയ്യാം. അതേപോലെ ഇന്ന് ജസ്റ്റ് എല്ലാം ഒന്നൊന്ന് വെച്ചിട്ടാണ് ചെയ്യുള്ളൂ. ബെഞ്ച് പ്രസ് ഒന്ന് ചെയ്യാം, ബാക്കിനൊരു ജസ്റ്റ് ഒരു സെറ്റ് വർക്ക്ഔട്ട് ചെയ്യാം. അതേമാതിരി നമുക്ക് ബൈസെപ്സിന് ഒരു വർക്ക്ഔട്ട് ചെയ്യാം, ഷോൾഡറിന് ഒരു വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സ്ട്രീം എൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു പ്രോപ്പർ വർക്ക്ഔട്ട് അല്ല, ജസ്റ്റ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യാനും. ഓക്കെ, നമുക്ക് നാളെ മുതൽ ഓരോ സാധനം വരുന്നുണ്ടെന്ന് ബോഡിനെ അറിയിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യുന്നതിൽ വലിയ കഥയില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഉള്ളത് ഇങ്ങോട്ട് വാ. എൻ്റെ കയ്യിലുള്ള 15ന്റെ ഡമ്പലാണ്. 15ഉം 20ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ചാറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. അത് ആരോ വന്നിട്ടുണ്ട്. ഓ, നമ്മുടെ ഫ്രണ്ട് വന്നാണ്. പിടി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതൊരു ജസ്റ്റ് ഒരു വാമപ്പായിട്ട് കൂട്ടിയാൽ മതി. വാമപ്പ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ പറയാം, നമ്മൾ ഫുള്ളി നമ്മളെ മസിൽ ടയറും നമ്മൾ ഗ്രോത്തും നല്ല ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നൊരു വർക്ക്ഔട്ട് സെഷൻ ആയിട്ട് തന്നെ പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി അവസ്ഥ മാത്രം. ഞാൻ ചെയ്യുന്ന എല്ലാ എക്സസൈസും കോപ്പി ചെയ്യാൻ നിൽക്കണ്ട. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഇൻ യുവർ ലോ, എന്താ പറയുക, നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ കുറവാണെങ്കിൽ ഇഞ്ചുറി ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ ഡോണ്ട് അറ്റംപ്റ്റ് എവറിത്തിങ്. ജസ്റ്റ് കണ്ടുപോവാ. എന്നിട്ട് ഇഫ് യു ഫീൽ ലൈക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നിങ്ങളുടെ അത്യാവശ്യം ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിവിടെ ചെയ്യാം. ഓക്കെ, മടി പിടിച്ചിരിക്കുന്നവർക്ക് ആണ് മെയിനായിട്ട് ഈ സ്ട്രീം ഉദ്ദേശമുള്ളത്. അതായത് വെറുതെ വീട്ടിലിരുന്ന് ഫോണും കുത്തി സമയം കളയുന്നതിന് പകരം നമുക്ക് സ്ട്രീമും കണ്ടോണ്ട് ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തോ ഒരു കമന്റ് വന്നിട്ട് നോക്കട്ടെ. ഓക്കെ കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സായുജിന്റെ പറയുന്ന സായുജിന് 16 years ആയിട്ടുള്ളൂ. സായുജിന്റെ അമ്മ
വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കണില്ല. കാരണം അണ്ടർ ഏജ് ആണെന്നാണ് പറയുന്നത്. സായുജിന്റെ അമ്മ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ ഒരു ഡോക്ടറാണ്, മാത്രമല്ല അത്യാവശ്യം ഫിറ്റ്നസ്സിൽ കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ്. സോ അവന്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഏറ്റവും നല്ല പരിപാടി അവനെ ജിമ്മിന് വിടുക എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നല്ലപോലെ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മുടെ സ്ട്രീം റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഫിറ്റ്നസിനെ പറ്റിയിട്ട് നല്ല ഐഡിയ കിട്ടും. അമ്മയ്ക്കും ഐഡിയ, അമ്മയും വെറുതെ ഇരിക്കേണ്ട, അമ്മയ്ക്കും ജിമ്മിന് പോവാം, ഒരു കുഴപ്പമില്ല. അവൻ്റെ കൂടെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഫുൾ ഫാമിലിക്ക് ഒരു നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ബില്ലൊക്കെ ലാഭിക്കാം. നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓഡിയോ ക്ലിയർ ഉണ്ടോ? അല്ലെങ്കിൽ ചാറ്റ് ചെയ്യോ? സായുജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓഡിയോ ക്ലിയർ ഉണ്ടോ? സോ നെക്സ്റ്റ് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. ഞാൻ ഒരു ബാക്ക് ബെഞ്ചിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ഒരു റോ ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഇത് ലാറ്റ്സിന്റെ എൻഗേജ്മെന്റ് ആണ് ഉണ്ടാവുക. ലാറ്റ്സ് ആണ് ഈ സൈഡിലെ മസിൽസ് ഉണ്ട്. ഓക്കെ സോ നമുക്ക് ബാക്ക് റോയിലേക്ക് കിടക്കാം. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യുക, അതേപോലെ 2 ഡംബൽ എടുക്കുക. ഓക്കെ എൽബോ വെച്ചിട്ട് ഫ്ലെക്സ് ചെയ്യുന്നതിന് പകരം ബാക്ക് വെച്ചിട്ട് നിങ്ങൾ റോ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക് എൻഗേജ് ചെയ്യുന്നത് എനിക്ക് തോന്നും, മനസ്സിലാവും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇന്ന് ബാക്കിൽ നമ്മൾ അത്രേ ചെയ്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാം? നെക്സ്റ്റ് ഷോൾഡർ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഷോൾഡറിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എക്സസൈസ് ആണ് നമ്മുടെ ഷോൾഡർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 ഏരിയ എൻഗേജ് ആവും. നമ്മുടെ ലാറ്റ്സും നമ്മുടെ ഫ്രണ്ടും നമ്മുടെ കുറച്ച് റിയറിന് വരെ കിട്ടും. റിയറിന് സെപ്പറേറ്റ് കളിക്കുന്നത് നല്ല, ബട്ട് ലൈക്ക് സ്റ്റിൽ കുറച്ച് റിയറിന് വരെ കിട്ടും. സോ നമുക്ക് ഡംബൽ പ്രസ്, സ്റ്റാൻഡിങ് ഡംബൽ പ്രസ് ചെയ്യും. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് 2 ഡംബൽ എടുക്കുക, നിങ്ങളുടെ പൊക്കുക, 4 എൻഗേജ് ചെയ്യുക. എപ്പോഴും ഇതിങ്ങനെ വീക്കായിട്ട് വെക്കാതിരിക്കുക. ഓക്കെ, കോർ എൻഗേജ് ചെയ്യുക, ഗ്ലൂട്ട് എൻഗേജ് ചെയ്യുക, പുഷ് ചെയ്യുക. ഓക്കെ, ബസ്. സോ നമ്മളെ ഷോൾഡറിനായി, ബാക്കിനായി, ചെസ്റ്റിനായി ഇനിയിപ്പോൾ നമുക്ക് ആകെ കുറച്ച് മസിലും കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് ബൈസെപ്സിന് ഒരു വർക്കൗട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രാപ്സിനും ബൈസെപ്സിനും നമുക്ക് ഫിനിഷ് ചെയ്യാം. കോറിന് നമുക്ക് നാളെ ലെഗ് ഡേ വരുമ്പോൾ ലെഗിൻ്റെ കൂടെ കോറും കൂടെ കളിച്ചിട്ട് നമുക്ക് അങ്ങനെ. ഓക്കെ, that'll be good. Okay. സോ ബൈസെപ്സിന് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കോറ് വീക്കാതെ വെക്കുക. ഓക്കെ, കോർ എൻഗേജ് ചെയ്യുക, ജസ്റ്റ് കേൾ ചെയ്യുക. ഇവിടെ വേറെ കുറച്ച്
ഇല്ല, പേടിച്ച് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. സോ അവർ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഓടും. പക്ഷേ ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വർക്കൗട്ടിലേക്ക് കിടക്കാം. ട്രാപ്സ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ 15 തന്നെ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എല്ലാം വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം, ജസ്റ്റ് ഒരു സെറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനാൽ ജസ്റ്റ് ഡു സംതിങ്. അങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രം ദെയർ അതിനുശേഷം നമുക്കത് കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ രീതിയിൽ വേണം നമ്മൾ വർക്കൗട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ഈ സ്ട്രീമിൽ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഫോളോ എല്ലാം ചെയ്യാം. ഞാൻ എൻ്റെ ഫിറ്റ്നസ് ലെവലിൽ മാത്രമേ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ട്രാപ്സ്. എന്നിട്ട് 2 ഡംബൽ സൈഡിൽ പിടിക്കുക. ഓക്കെ, അതേപോലെ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. എപ്പോഴും പറയുന്ന പോലെ കോർ എൻഗേജ് ചെയ്യുക, ഗ്ലൂട്ട് എൻഗേജ് ചെയ്യുക. അതിനുശേഷം ഈ മോഷൻ സ്ട്രഗ് ചെയ്യുക. ഓക്കെ, ഫുൾ ഡൗൺ പോവുക, സ്ട്രഗ് ചെയ്യുക, ഡൗൺ, ഫുൾ ഡൗൺ. നമ്മുടെ പുറത്തേക്ക് നടുക്കൊരു പെൻസിൽ വെച്ചിട്ട് ആ പെൻസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷനില്ലേ, സ്ക്വീസ് ചെയ്ത് പെൻസിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ ബാക്ക് ടൈറ്റ് ചെയ്യുക, സ്ട്രഗ് ചെയ്യുക, ഫുൾ ഡൗൺ ചെയ്യുക, സ്ട്രഗ് ചെയ്യുക, ഫുൾ ഡൗൺ ചെയ്യുക, സ്ട്രഗ് ചെയ്യുക, ഫുൾ ഡൗൺ ചെയ്യുക, സ്ട്രഗ് ചെയ്യുക, ഫുൾ ഡൗൺ. യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വർക്കൗട്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്ട്രീം ആകെ ഒരു 3-4 പേരെ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരാളെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ചിങ്ങിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദി സ്ട്രീം ഇസ് ലൈക്ക് സക്സസ്ഫുൾ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം. സോ നാളെയും കാണാം. നാളെ നമുക്ക് ലെഗ് ഡേ ആണ്. സോ ബൈ. Oh, Sayu is daily wear. Yes, definitely. Bro, my mom agreed. She said you can go. Thanks for convincing my mom. Oh, good to know, Sayu. Thank you, ma. Bye. നാളെ stream